ഞാൻ ദൂരെയായിരുന്നപ്പോൾ, അങ്ങയുടെ അരികത്ത് വരാൻ കഴിയാതിരുന്നപ്പോ ഹബീബിന്റെ റൗളയിലേക്ക് എന്റെ ആത്മാവിനെ, റൂഹിനെ ഞാൻ അയച്ചിരുന്നു. തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി. എനിക്കൊരു വിസയോ എനിക്കൊരു പാസ്പോർട്ടോ ഒരു ടിക്കറ്റോ എടുക്കാൻ കഴിയാത്ത ഒരു സമയം നബിയെ, അങ്ങയുടെ റൗളയിലേക്ക് ഒരുപാട് തവണ മാണിക്കോത്ത് നിന്ന് എൻ്റെ ഹൃദയം അങ്ങയുടെ ആ പരിശുദ്ധമായ റൗളയുടെ അരികത്തേക്ക് വന്ന് സലാം പറഞ്ഞു പോകാറുണ്ട് നബിയെ. ഇത് പറയാൻ നമ്മൾ കൊണ്ട് കഴിയുന്നുണ്ടോ? ശരീരം കൊണ്ട് ഒരാൾ റൗളയിലെത്തി, ഉദാഹരണം പറയാം, മനസ്സ് വേറെ എവിടെയോ ആയിരുന്നു. മൂപ്പർക്ക് തോന്നിയത് ഞാനിപ്പോൾ ന്യൂയോർക്കിലാണ്, ക്ലോക്ക് ടവറും അതൊക്കെ മക്കയിലൊക്കെ എത്തിയപ്പോൾ ഞാനിപ്പോൾ എവിടെയോ ആണ്. മൂപ്പര് പിന്നെ ആലോചിച്ചത് അവിടുത്തെ വലിയ ബിസി സ്ട്രീറ്റുകളെ കുറിച്ച്, അല്ലെ ആംസ്റ്റർഡാമാർക്ക് ഓർമ്മ വന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂറോപ്യൻ സിറ്റികളാണ്, വെസ്റ്റേൺ സിറ്റികളാണ്, അല്ലെങ്കിൽ ഈസ്റ്റേൺ നഗരങ്ങളാണ്. വല്ല കാര്യമുണ്ടോ അവിടെ പോയിട്ട്? ഒരു കാര്യമില്ല, ജസദേ ഉള്ളൂ. നേരെ മറിച്ച് ഇവിടെ ഇരിക്കാൻ. ഇപ്പോ മഹാനായ സയ്യിദ് കുമ്പോൽ തങ്ങൾ, കുഞ്ഞുകോയ തങ്ങള്, കുമ്പോലിലെ പള്ളി ഇപ്പൊ പണി കഴിഞ്ഞുല്ലേ, ഒരു ചെറിയൊരു മിനി മദീനയാണ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. മഹാനായ തങ്ങള് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് മദീനയിലേക്ക് ഒരു ആത്മാവിന്റെ, ഒരു സ്നേഹത്തിന്റെ പാലം അവിടെ നിന്ന് പണിയണമെന്ന്. തങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമാണത്. അത് സാധ്യമായ പോലെ എന്തോ ഒരു മദീനയുടെ ഒരു ഫീൽ നമുക്ക് ഇങ്ങനെ കാണുകയാണ്. ഒന്ന് സാദാത്യങ്ങളാണ് അവിടെ ഉള്ളത്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയുടെ അതിന് സമാനമായ ചില ആർക്കിടെക്റ്റുകൾ, അതിന്റെ കുബ്ബയും ഗുംബദെ ഖസ്റ, ആ ഒരു ഗ്രീൻ ഡോം, അതൊക്കെ എന്തൊരു മനോഹരമാണ്. അതിന്റെ വാതിലുകളും ആ പള്ളി കാണുമ്പോഴേക്കും എവിടെയൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്, മദീനയിലേക്ക് എത്തണം എന്നൊരാഗ്രഹം മനസ്സിൽ ഇങ്ങനെ വരുന്ന പോലെ. അവിടെ ഇരുന്ന് നമുക്ക് ഹബീബിന്റെ റൗളയിലേക്ക് ഫിസിക്കലി നമുക്ക് എത്താൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക, മനസ്സുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പോകാം, ഇവിടെ നിന്ന് പോകാം. പോയിക്കൂടെ? അതിന് കൂലി കിട്ടൂലേ? കൂലി കിട്ടും. നേരെ മറിച്ച് നിങ്ങൾ മദീനയിലാണ്, അവിടെ ചെന്നപ്പോ ഒരുപാട് നാട്ടുകാർ, ഒരുപാട് രാജ്യക്കാര്, പല വേഷത്തിലുള്ള ആളുകൾ, ആണുങ്ങള്, പെണ്ണുങ്ങള്, കുട്ടികള് ഇങ്ങനെ നടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളും വായും പൊളിച്ച് ഇങ്ങനെ നടന്നു. അവിടെ നേരം വെളുത്തുന്നു, വൈകുന്നേരമാവും. നിസ്കാരം എവിടെ നിന്നൊക്കെയോ കുത്തിമറിഞ്ഞ് നിസ്കരിക്കുന്നു, പോരുന്നു. ഹറമിലാ നിസ്കാരം, ഹറമിൽ തന്നെ. എന്നാണോ? അല്ല. എന്നാ അതിന്റെ പുണ്യം കിട്ടിയോ? ഇല്ല. എന്നാൽ ആ മസ്ജിദുൻ നബവിയിലെ ഹുദൂറും അവിടുത്തെ ഹബീബിന്റെ സാന്നിധ്യവും ഒക്കെ അനുഭവിക്കാൻ കഴിഞ്ഞോ? അതൊന്നും അനുഭവിച്ചിട്ടില്ല. അവിടെയും ഫോട്ടോ മൊബൈലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഒരു കാര്യമില്ല. നിങ്ങളൊരു പക്ഷെ സൂഉൽ അദബുമായിട്ടായിരിക്കും തിരിച്ചു പോരാ. കാര്യമുണ്ട്. എപ്പെന്നറിയോ? നിങ്ങൾ ശരീരം കൊണ്ട് അവിടെയാണ്, മനസ്സുകൊണ്ടും അവിടെ തന്നെയാണ്. ഖൽബ് കൊണ്ടും ജസദ് കൊണ്ടും നിങ്ങൾ ഉണ്ടെങ്കിൽ ആ സാന്നിധ്യത്തിന് വലിയൊരു പുണ്യമാണ്. അതുകൊണ്ട് ശരീരം കൊണ്ട് സാധ്യമല്ല, ആത്മാവ് കൊണ്ട് സാധ്യമാണല്ലോ. അതുകൊണ്ടാണ് മദീന ഹംനെ ദേഖാ ഹേ മഗർ നാദീദ നാദീദ ബസ്വാറത്ത് ഖോ ഗയി ലേകിൻ. എത്രയോ തവണ ചൊല്ലുന്ന കവിതയാണിത്. അല്ലാമ ഇഖ്ബാലിന്റെ വളരെ ഹാർട്ട് ടച്ചിങ് ലൈൻസ്. എന്തൊരു മനോഹരമാണ്. ബസ്വാറത്ത് ഖോ ഗയി ലേകിൻ ബസ്വീറത്തോ സലാമത്ത് ഹേ മദീന ഹംനെ ദേഖാ ഹേ മഗർ നാദീദ നാദീദ. मदीना जाके हम समझे तक़द्दुस किसको कहते हैं, हवा पाकीज़ा पाकीज़ा फिजा संजीदा संजीदा. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയെങ്കിൽ എന്തേ, മനസ്സിന്റെ കാഴ്ച ഇപ്പോഴും ബാക്കിയുണ്ടല്ലോ. ബസ്വാറത്ത് ഖോ ഗയി. ബസ്വാറത്ത് കണ്ണിന്റെ കാഴ്ച, ബസ്വീറത്ത് ഹൃദയത്തിന്റെ കാഴ്ച. തോ സലാമത്ത് ഹേ, ഹൃദയത്തിന്റെ കാഴ്ച ഇപ്പോഴും മങ്ങിയിട്ടില്ല. അന്ധനായ ഒരു മനുഷ്യനും ഹബീബിന്റെ റൗള കാണാം, കണ്ണ് കാണാത്തൊരു മനുഷ്യനും ഹബീബിന്റെ റൗള കാണാം. എങ്ങനെ? ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട്. എൻ്റെ ഒരു ഉസ്താദുണ്ട്, CH ഹൈദ്രോസ് മുസ്ലിയാരുടെ പ്രിയപ്പെട്ട മകൻ CH തൊയ്യഫൈസി ഉസ്താദ്, കോട്ടക്കലാണ്, മലപ്പുറം. അപ്പൊ ഉസ്താദിന്റെ നാട്ടിലൊരു കണ്ണ് കാണാത്തൊരു ചെറുപ്പക്കാരനുണ്ട്. അയാളൊരു വീട് വേണം, അത് പള്ളിന്റെ അടുത്ത് തന്നെ വേണമെന്ന് പറഞ്ഞ് പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു കൊച്ചു വീടും, അതൊക്കെ ഭാര്യ മക്കളൊക്കെ ഉണ്ട്. രണ്ട് കണ്ണും കാണൂല.
അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് സന്തോഷത്തിന് അയാളുടെ വീട്ടിൽ കയറി. ഒരു കൊച്ചു വീട്, വളരെ പരിമിതമായ സൗകര്യങ്ങളെ ഇവിടെ ഉള്ളൂ. പക്ഷെ ആ വീട്ടുകാരന്റെ ഹൃദയം വലിയൊരു കൊട്ടാരത്തെക്കാളും വിശാലമാണ്. ഒരു ചെറുപ്പക്കാരനാണ്. ഉസ്താദ് എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തവണ ഹജ്ജിനും ഉംറക്കും ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിലേറ്റവും വലിയൊരു അനുഭവം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ ചെറുപ്പക്കാരനെ കൈപിടിച്ച് ഞാൻ ഹറമിന്റെ പള്ളിന്റെ ഉള്ളിലൂടെ കഅബയുടെ മുമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. വേറെ ഒരുപാട് ആൾക്കാർ കൂടെ ഉണ്ട്. കണ്ണുകൊണ്ട് ഒന്നും കാണാൻ കഴിയാത്ത അടഞ്ഞു കിടക്കുന്ന കണ്ണുകളാണ്. ഉസ്താദ് പറഞ്ഞു, ഞാൻ അവന്റെ കൈ പിടിച്ചിട്ട് മതാഫിലേക്ക് എത്താനായപ്പോ പറഞ്ഞു, ദാ മുമ്പിൽ കഅബയാണ് നിൽക്കുന്നത് കേട്ടോ എന്ന്. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ ഇവൻ പൊട്ടി പൊട്ടി കരഞ്ഞു. അതെനിക്ക് മറക്കാൻ പറ്റണില്ല. രണ്ട് കണ്ണും കാണാൻ കഴിയാത്ത ഒരാൾ, പക്ഷേ ഹൃദയത്തിന്റെ വെളിച്ചം കൊണ്ട് അയാൾ കണ്ടു, കഅബയെ കണ്ടു. പൊട്ടിക്കരയാണ്. രണ്ട് കണ്ണുള്ള ഒരാൾ ഒരു പക്ഷെ അങ്ങനെ കരഞ്ഞിട്ടുണ്ടാവില്ല. കരയുമായിരിക്കട്ടോ. എനിക്ക് ആൾക്കാർ ബോധം കെട്ടി വീഴുന്നവരൊക്കെ ഉണ്ട് ആ ഒരു അത്ഭുതകരമായ രംഗം കാണുമ്പോ. പക്ഷേ കണ്ണിന്റെ കാഴ്ചയല്ല പ്രശ്നം, ഹൃദയത്തിനു കൂടെ കാഴ്ചയുണ്ടെങ്കിലേ ആ കണ്ണിന്റെ കാഴ്ചക്ക് അർത്ഥമുള്ളൂ. ജീവിതത്തിലെ മറക്കാൻ കഴിയാത്ത ഹജ്ജ് ഉംറകളുടെ അനുഭവങ്ങളിലെ വലിയ അനുഭവം ത്വയ്യിഫയിൽ ഉസ്താദ് പറയാ, ഇവൻ അന്ന് ആ കരഞ്ഞ കരച്ചിൽ എനിക്ക് ഇപ്പോഴും മറക്കണില്ല. വല്ലാത്തൊരു പൊട്ടിക്കരച്ച്, കഅബ കണ്ട സന്തോഷത്തിലാണ്. ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ ഖൽബിന്റെ കാഴ്ച അത് നഷ്ടപ്പെടാതിരുന്നാൽ മതി. ഇവിടെ നടക്കുന്നതൊക്കെ പ്രത്യക്ഷമായ പലതുമാണ്. ഇതിന്റെയൊക്കെ ഒരു ആന്തരിക വശമുണ്ട്. ഇത് കാണാൻ കഴിയുന്നൊരു കണ്ണ് വേണം.